എന്റെ താല്പര്യങ്ങൾ മറികടന്ന് എന്റെ മകൻ അവിവേകം ചെയ്തെങ്കിലും ആ അവിവേകം എനിക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പോവുക. അല്ല കുഞ്ഞോളെ, അവൾക്ക് നാഗബന്ധനം തുറക്കാൻ അറിയാമെന്ന് നിന്നോട് പറഞ്ഞു, നീ എന്നോടും പറഞ്ഞു. അതെല്ലാം ശരി. ഇനി ഈ മണിമാരുടെ കാര്യം മുഴുവൻ അവൾ അറിയുമ്പോ, അതിന്റെ പ്രത്യേകതകൾ അറിയുമ്പോ, ആ നരിയുടെ അച്ചമ്പട്ടം നമ്മളെ ചതിച്ചതുപോലെ ഇവളും ചതിച്ചാ പിന്നെ നമ്മൾ എന്തോ ചെയ്യും? നരിയുടെ അച്ഛനെ നമ്മൾ എന്ത് ചെയ്തു അത് തന്നെ ചെയ്യും. അവളുടെ ബാക്കി ഐസ് ചാരമാക്കി ചുവന്ന പട്ടുകൊണ്ട് വായ് മൂടിക്കെട്ടി ഒരു ചെറിയ മൺകുടത്തിലാക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് നമ്മളെ കൊണ്ട് അത് സാധിച്ചുവെങ്കിൽ ഈ ഡിജിറ്റൽ കാലത്ത് അത് എന്ത് എളുപ്പമുള്ള കാര്യമാ. ഏയ്, അവളങ്ങനെ ചതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മണിമാല നമുക്ക് തരികാന്ന് പറഞ്ഞ അത് അവളുടെ ഈ വീട്ടിലെ നിലനിൽപ്പിന്റെ കാര്യമാ. അതിനൊക്കെ പുറമേ അവൾ അർജുനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോ എന്റെ മോളുടെ കാര്യമോ? അവളും അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. സ്നേഹിക്കട്ടെ, അനസൂയയാണ് ശരിക്കും സ്നേഹിക്കേണ്ടത്. അവളല്ലേ ശരിക്കും അർജുന്റെ ഭാര്യ. ഹലോ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം. ഹലോ. ഹലോ മാഡം, ഞാൻ നേഹയാണ്. ഐശ്വര്യലക്ഷ്മിയെക്കുറിച്ച് ഞാൻ കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത് പറയാനായി വിളിച്ചതാ. മാഡം എപ്പോഴാ ഫ്രീ ആവുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഞാൻ സമയം പോലെ നേഹെ തിരികെ വിളിക്കാം. വീട്ടിലേക്ക് വന്നാൽ മതി. ശരി മാഡം. ശരി. കുഞ്ഞോളെ, ഞാൻ പറയുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കണം. എന്തിന്? കുറച്ച് വിഷം വാങ്ങണമായിരുന്നു. അതെന്താ, ഭദ്രേട്ടന് ജീവിതം മടുത്തോ? ദാരിദ്ര്യത്തിൽ ജീവിച്ച കാലത്ത് ജീവിതം മടുത്തിട്ടും ഞാൻ വിഷം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോ ഇത് വാങ്ങുന്നത് ശിവദാസന് വേണ്ടിയാ. ഒരു ജയിൽ ഗാർഡിനെ ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് കയ്യിലെടുത്തിട്ടുണ്ട്. കുറച്ചു പൈസ അയാളുടെ അക്കൗണ്ടിലേക്ക് തള്ളിക്കൊടുത്താൽ പിന്നെ നമ്മളൊന്നും അറിയണ്ട. ആ ഗാർഡും അവിടെയുള്ള കുറച്ച് കുറ്റവാളികളും ചേർന്ന് ശിവദാസനെ അങ്ങ് തട്ടിക്കോളും. റിമാൻഡ് കാലാവധി കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനു മുമ്പ് കാര്യം നടത്തിയെടുക്കണം. പണിയൊക്കെ നടത്താം. ശിവദാസൻ എന്ന് പറയുന്ന ആ കിളവനെ ചോറിൽ കുറച്ച് വിഷങ്ങളൊക്കെ കൊടുക്കുന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മൾ ഇരുവരുത്, അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാതെ ഇവിടുത്തെ സാറ് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 ലക്ഷം രൂപ നമ്മുടെയൊക്കെ വീട്ടിലെത്തിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. പണം വീട്ടിലെത്തിയെന്ന് ഉറപ്പായിട്ട് ഇതിനിറങ്ങിയാ മതി. ചിലപ്പോ നമുക്ക് പണി തന്നാലോ? അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ കൊല്ലും. വിഷം സാറ് ഇവിടെ എത്തിക്കും. ശിവദാസന്റെ ആഹാരത്തിൽ അത് മിക്സ് ചെയ്യണം. അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കി കാര്യമൊക്കെ അവർ നോക്കിക്കോളും.